പ്രണയസഖി ഭാഗം 28. അവൾ പോയി കഴിഞ്ഞതും ശിവ തിരികെ വീട്ടിലേക്ക് വന്നു. അപ്പോഴും അവനെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ ഇഷ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പൊന്നു പോയതിലുള്ള സന്തോഷമാണെന്ന് അവളുടെ മുഖം കണ്ടപ്പോഴേ ശിവയ്ക്ക് മനസ്സിലായി. അത് കാര്യാക്കാതെ അവൻ അകത്തേക്ക് കയറി ഫോൺ എടുത്ത് ഉണ്ണിക്ക് മെസ്സേജ് അയച്ചു. കൂടെ പൊന്നുവിനും അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട്. അവൾ പോകുന്നതിൽ വീട്ടിലെല്ലാവർക്കും വിഷമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ വീട്ടിലാരും അവളെ ഒന്നും പറഞ്ഞു കാണില്ല എന്നവൻ ചിന്തിച്ചു. ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അച്ഛൻ അവളോട് നേരിട്ടൊന്നും പറയില്ല എന്ന് ശിവയ്ക്ക് ഉറപ്പാണ്. ഓരോന്നും ചിന്തിച്ച് അവനിരുന്നു. അപ്പോഴാണ് ഇഷയുടെ അച്ഛൻ സതീശൻ വന്നത്. ശിവയ്ക്ക് അയാളെ അത്ര ഇഷ്ടമല്ല. കാരണം തൻ്റെയും ഇഷയുടെയും കാര്യം പറഞ്ഞ് അച്ഛനെ ഇത്രയും അധികം എരിപിരി കയറ്റുന്നത് അയാൾ ഒരാൾ മാത്രമാണ്. അയാൾ വന്നതറിഞ്ഞിട്ടും മുറിയിൽ തന്നെ ഇരുന്നിരുന്ന ശിവയെ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് അവൻ താഴേക്കിറങ്ങി വന്നത്. താഴേക്ക് വിളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ കല്യാണത്തിൻ്റെ കാര്യം പറയുക എന്നത് തന്നെയായിരുന്നു. ആദ്യമൊക്കെ താല്പര്യമില്ലാത്ത മട്ടിലിരുന്നുവെങ്കിലും പിന്നെയും കുത്തി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിവ അങ്ങ് ദേഷ്യപ്പെട്ടു. സതീശനോട് ഇനി മേലിൽ അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടാണ് ശിവ ആ സംസാരം നിർത്തിച്ചത്. ഉത്സവം കഴിഞ്ഞ് ആ ഞായറാഴ്ച തന്നെ അവൻ തിരികെ കോഴിക്കോട്ടേക്ക് തിരിച്ചു. ശിവ എത്തുന്നതിന് മുൻപ് തന്നെ പൊന്നു ഉണ്ണിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ശിവ അവിടെ എത്തിയത്. ഉണ്ണി നേരത്തെ വന്നതുകൊണ്ട് തന്നെ റൂമൊക്കെ അവൻ അടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഡോറിൽ മുട്ടിയതും അവൻ വേഗം വന്ന് വാതിൽ തുറന്നു. ശേഷം ശിവയുടെ വയറിൽ ഒരു ഇടി കൊടുത്തു. നീ എന്നെ കൊല്ലുവോടാ? ശിവ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിൽ. കൂടുതൽ സന്തോഷിക്കാതെ മോൻ അകത്തേക്ക് വാ. ഇരുവരും തിരിഞ്ഞു നടന്നപ്പോൾ ശിവയും തിരിച്ച് ഉണ്ണിയുടെ പുറം പൊളിയുന്ന രീതിയിൽ ഒരടി അങ്ങ് കൊടുത്തു. ആ എന്നാ ഉണ്ണിയുടെ ഒരു അലർച്ച മാത്രം അവിടെ കേട്ടു. എടാ, നീ ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എടാ, ഇത്രയും മുതുക്കനായ നിനക്ക് ഞാൻ ഉത്സവപ്പാടത്തുനിന്ന് എന്തുകൊണ്ടുവന്ന് തരാനാണ്? ശിവ അത് പറഞ്ഞതും ഉണ്ണി അവനെ ഒന്ന് തർപ്പിച്ചു നോക്കി. എന്നാലും കുറച്ച് പൊരിയും ചിപ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ശിവ പറഞ്ഞതും ഉണ്ണിയുടെ മുഖം ബൾബ് കത്തിയതുപോലെ വിടർന്നു. പിന്നെ അങ്ങോട്ട് ശിവയെ അവൻ യാതൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ മുഴുവൻ തിന്ന് തീർക്കുന്നത് വരെ അവൻ മിണ്ടിയിട്ടില്ല. അവൻ കഴിക്കുന്നത് കണ്ടതും അവനെ ഇനി ശല്യം ചെയ്യണ്ട എന്ന് കരുതി ശിവ വേഗം തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് പോയെന്ന് ഫ്രഷായി ഇറങ്ങി. നിങ്ങളിന്ന് എപ്പോൾ എത്തി? ഞങ്ങൾ വെളുപ്പിനെയുള്ള ബസ്സിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 രൂപയൊക്കെ ആയപ്പോൾ എത്തി. പൊന്നുവിനെ അപ്പോൾ തന്നെ ഹോസ്റ്റലിലേക്ക് ആക്കിയോ നീ? ആ, പൊന്നുവിനെ അപ്പോൾ തന്നെ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നെ അവൾ നിൻ്റെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അത് ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയതാ ഉണ്ണി. ഒരാഴ്ച നിൽക്കാൻ വന്നവളാണ്. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. ആണോ? നിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മുതൽ അവളുടെ മുഖം ആകെ വല്ലാതിരിക്കുവാണ്. പഴയ ഉഷാറൊന്നുമില്ല. ആകെ ഒരു മൂഡ് ഓഫ്. എന്താണ് കാര്യമെന്ന് ഒരുപാട് ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ട് പറയുന്നുമില്ല അവൾ. വീട്ടിൽ നിന്ന് പോരുമ്പോഴും അവളുടെ മുഖം ആകെ ഡള്ളായിരുന്നു. ഞാനും കാര്യം എന്താണെന്ന് ചോദിച്ചതാണ്. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ഫോണൊന്നും എടുത്ത് നോക്കിയിട്ട് പോലുമില്ല. ആ, എന്നോടും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നും സംസാരിക്കാനുമില്ല. നാട്ടിൽ വന്നിട്ടാണെങ്കിലും എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നാളെ ഹോസ്പിറ്റലിൽ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അവളുടെ അടുത്തേക്ക് പുറത്തേക്ക് പോകാം. എന്താണ് അവളുടെ മനസ്സിലെന്ന് അറിയാമല്ലോ. ആ, ഞാനും അത് പറയാനിരിക്കുമായിരുന്നു. ഓ, മോന് പിന്നെ പുറത്തേക്ക് പോകുന്നതല്ലല്ലോ താല്പര്യം, എന്തെങ്കിലും തട്ടുന്നതല്ലേ? അതിനിടയിലും ശിവ ഉണ്ണിക്കിട്ടൊന്ന് കൊട്ടി. പക്ഷേ 2 കഷ്ണം ചിപ്സ് എടുത്ത് വീണ്ടും വായിലേക്കിട്ട് അവൻ അതിനെ പുച്ഛിച്ച് തള്ളി. പിറ്റേ ദിവസം രാവിലെ ഇരുവരും ജോലിക്ക് കയറി. വൈകുന്നേരം പതിവ് പോലെ 2 പേരും ഒരുമിച്ചാണ് ഇറങ്ങിയതും. ശേഷം നേരെ പോയത് പൊന്നു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ പോയപ്പോൾ കറക്റ്റായിട്ട് അവൾ ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയവുമായിരുന്നു. വാ പോകാം. അവളുടെ മുന്നിൽ വന്നു നിന്ന് ഇരുവരും ഒരുമിച്ച് പറഞ്ഞു. പെട്ടെന്ന് 2 പേരെയും മുന്നിൽ കണ്ടതും അവൾ അമ്പരപ്പോടെ 2 പേരെയും നോക്കി നിൽക്കുകയാണ്. എവിടെ പോകാൻ? അതെന്ത് ചോദ്യമാണ്? സ്ഥിരം പ്ലേസ്, ബീച്ചിൽ പോകാം. ശിവയാണ് അത് പറഞ്ഞത്. ഞാൻ വരുന്നില്ല. നിങ്ങൾ 2 പേരും കൂടെ പോയിട്ട് വാ. ഞാനാകെ ടയേർഡാണ്. താല്പര്യമില്ലാത്ത മട്ടിൽ പൊന്നു പറഞ്ഞതും ഇരുവരും അവളെ സംശയത്തോടെ നോക്കി. കാരണം എപ്പോഴെങ്കിലും പുറത്തു പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. എവിടെ പോകാമെന്ന് പറഞ്ഞാലും ആദ്യം റെഡിയാകുന്നത് പൊന്നു തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ഈ ഭാവമാറ്റം ഇരുവരെയും ഒരുപോലെ ഞെട്ടിച്ചു. ഉണ്ണി വേഗം തന്നെ മുകളിലേക്ക് നോക്കി. ശിവ അവൻ മുകളിലേക്ക് നോക്കുന്നത് കണ്ടതും അവനെ നോക്കി എന്താണെന്ന രീതിയിൽ അവനും മുകളിലേക്ക് നോക്കി. ഒന്നുമില്ലടാ, കാക്ക വല്ലതും മലർന്നു പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഉണ്ണി പറഞ്ഞതും ശിവ അവനെ കലിപ്പോടെ നോക്കി. ഇതൊക്കെ കണ്ടിട്ടും പൊന്നു യാതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ നിൽക്കുകയാണ്. നീ വരാൻ നോക്കു പൊന്നു, ക്ഷീണമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മാറിക്കോളും. ഞാനില്ലുണ്ണി, എനിക്ക് വയ്യ.
ബോഡിയൊക്കെ ആകെ വേദന എടുക്കുന്നു. എന്നിട്ട് നീ മരുന്ന് വാങ്ങിച്ചോ? ആ, അത് ഞാൻ ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് വാങ്ങി. എങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് ആക്കിത്തരാം. വേണ്ട, ഞാൻ ക്യാബ് വിളിച്ചിട്ടുണ്ട്. ശിവയും ഉണ്ണിയും അവളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അവൾ പറയുമ്പോഴും എന്തൊക്കെയോ അവൾ തങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി ഇരുവർക്കും. തങ്ങളെ രണ്ടുപേരെയും വല്ലാതെ അവൾ അവഗണിക്കുന്നത് പോലെയും തോന്നി. കൂടുതൽ നേരം നിൽക്കാതെ ഇരുവരും ബീച്ചിലേക്ക് പോയി. അവർ പോകുന്നത് നോക്കി നിന്നതിന് ശേഷം അവളും ക്യാബ് വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അവൾക്കെന്തോ പ്രശ്നമുണ്ട് ശിവ. ബീച്ചിലെത്തിയതും ഉണ്ണി ഗൗരവത്തോടെ തന്നെ ശിവയോട് പറഞ്ഞു. എനിക്കും തോന്നി, നമ്മളെ വല്ലാതെ അവഗണിക്കുന്നത് പോലെ. എനിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് നമ്മളോടെങ്കിലും പറഞ്ഞൂടെ? നമ്മളും അന്യരായോ അവൾക്ക്? അറിയില്ലടാ, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവൾ ഓക്കെ ആയിട്ട് നമ്മളോട് പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ശിവ. ഇതിപ്പോൾ എത്ര ദിവസമായി? നാട്ടിലായിരുന്നപ്പോൾ എങ്കിലും അവൾക്ക് എന്നോട് പറയായിരുന്നില്ലേ? അത് പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. ബാല്യം മുതലുള്ള തൻ്റെ ഉറ്റ കൂട്ടുകാരി തന്നെ അവഗണിക്കുന്നത് അവന് സഹിക്കാനാവുന്നില്ലായിരുന്നു. നീ വിഷമിക്കല്ലേ, നമുക്കെല്ലാം ശരിയാക്കാം. ശിവ അവനെ സമാധാനിപ്പിച്ചു. എങ്കിലും അവളുടെ പ്രശ്നം എന്താണെന്നത് ശിവയുടെ ഉള്ളിലും ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ടു. വീട്ടിൽ വന്നപ്പോഴും അതിന് ശേഷമുള്ള ദിവസങ്ങളിലും യാതൊരു കുഴപ്പമില്ലാതെ എല്ലാവരോടും സംസാരിച്ച് ചിരിച്ചും കളിച്ചും നടന്നിരുന്നവളാണ്. പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് പോകണമെന്നും ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നതും കണ്ടപ്പോൾ മുതൽ തനിക്ക് പന്തികേട് തോന്നിയിരുന്നു. എന്നാലും ഇനി എന്താണ് കാര്യമെന്നറിയാതെ എന്ത് ചെയ്യും? അവളോട് ചോദിച്ചിട്ടാണെങ്കിൽ എന്താണ് കാര്യമെന്ന് തങ്ങളോട് ആരോടും തുറന്നു പറയുന്നതുമില്ല. തങ്ങളോട് 2 പേരോടും പറയാതിരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് അവളെ അലട്ടുന്നതെന്നതും അവന് സംശയമായി. കുറച്ചു നേരം കൂടി ഇരുവരും ആ ബീച്ചിൽ ചിലവിട്ട് മനസ്സൊന്ന് ശാന്തമാക്കിയതിനു ശേഷം റൂമിലേക്ക് പോയി. റൂമിലെത്തിയിട്ടും ശിവയും ഉണ്ണിയും പൊന്നുവിനെ വിളിച്ചു നോക്കിയിരുന്നു. എങ്കിലും അവൾ 2 പേരുടെയും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ശിവ. നമ്മൾ വിളിച്ചിട്ട് അവൾ കോള് പോലും എടുക്കുന്നില്ല. പാടില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വിളിക്കുന്നതാണ്, എന്നിട്ടും കോൾ എടുക്കുന്നില്ല. ഇന്നത്തെ അവളുടെ സംസാരം കേട്ടിട്ട് ഇതൊക്കെ അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ആട്ടെ, നമുക്ക് അവളെ ഒന്ന് കാണണം. എന്താണ് അവളുടെ പ്രശ്നമെന്ന് അറിയണമല്ലോ. ഉണ്ണി ഗൗരവത്തിലായി. അത് ശരിയാണെന്ന പോലെ തന്നെ ശിവയും അതിന് തലയാട്ടി സമ്മതിച്ചു. പിറ്റേ ദിവസം തീരുമാനിച്ചതുപോലെ ഉണ്ണിയും ശിവയും കൂടെ വൈകുന്നേരം അവളുടെ ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവളുടെ ഹോസ്പിറ്റലിന് മുന്നിലെത്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൊന്നു ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ അവർ തന്നെ കാണുന്നതിന് മുൻപ് തന്നെ അവൾ ഹോസ്പിറ്റലിൻ്റെ പിറകുവശത്ത് കൂടെ ഇറങ്ങാൻ ശ്രമിച്ചു. പിറകുവശത്ത് കൂടെ ഇറങ്ങിയാലും ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിൽ ക്യാബ് വരുന്നത് ഹോസ്പിറ്റലിന് മുന്നിലായിരിക്കും. എന്ത് ചെയ്യണം എന്നറിയാതെ അവളൊന്ന് കുഴഞ്ഞുവെങ്കിലും പിന്നീട് ഹോസ്പിറ്റലിന് മുന്നിലൂടെ തന്നെ ഇറങ്ങാമെന്ന് കരുതി അവൾ അതിലൂടെ ഇറങ്ങി. ഇരുവരും അവളെ കണ്ടതും അവളെ അടുത്തേക്ക് വിളിച്ചു. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പൊന്നു. എനിക്കൊന്നും സംസാരിക്കാനില്ല ശിവ. ഞാൻ പോട്ടെ. ഞാൻ ആകെ ടയേർഡായി. പറ്റില്ല പൊന്നു. ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളതും നിന്നിൽ നിന്ന് ഞങ്ങൾക്കറിയാനുള്ളതും ഒക്കെ അറിഞ്ഞിട്ടേ ഞങ്ങളിന്ന് പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഉണ്ണി, എനിക്കിപ്പോൾ വയ്യ. നമുക്ക് പിന്നീട് ഒരു ദിവസം കണ്ടെല്ലാം സംസാരിക്കാം. എങ്കിലിനി നിനക്ക് ഞങ്ങളെ കാണേണ്ടി വരില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് അതങ്ങ് ഇവിടെ വെച്ച് തന്നെ നിർത്തിയേക്കാം. ആ നിർത്ത്, എനിക്ക് മതിയായി. ഉണ്ണി അത് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും പൊന്നു തിരിച്ച് ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞതും ശിവയും ഉണ്ണിയും ഒരുപോലെ ഞെട്ടിപ്പോയി. പൊന്നു, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? ഉണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് മടുത്തു ഈ ഫ്രണ്ട്ഷിപ്പ്. ഏത് നേരവും വാല് പോലെ നിങ്ങൾ 2 പേരും കൂടെ തന്നെ. മുഖം ചരിച്ച് അവൾ പറഞ്ഞതും ഇരുവരും ഞെട്ടലോടെ അവളെ നോക്കി. മുന്നിൽ നിൽക്കുന്നത് തങ്ങളുടെ പൊന്നുമല്ല എന്ന് തോന്നിപ്പോയി ഇരുവർക്കും. അത് സ്വപ്നമാണോ എന്ന് പോലും ഇരുവരും അന്നേരം ചിന്തിച്ചു പോയി. പൊന്നു, അവളെ വിളിച്ചപ്പോൾ ഉണ്ണിയുടെ ശബ്ദം സങ്കടത്താൽ ഇടറിപ്പോയി. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വയ്യെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോക്കോ. ഞങ്ങൾ നാളെ വരാം. വേണ്ട ശരൺ, ഇനി എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തോടെ പൊന്നു പറഞ്ഞതും ഇരുവരിലും ഞെട്ടല് മാറി പതിയെ അത് ദേഷ്യത്തിലേക്ക് വഴിതിരിഞ്ഞു. കൂടാതെ ഉണ്ണിക്ക് അവൾ ആദ്യമായി തന്നെ ശരൺ എന്ന് വിളിച്ചതിലുള്ള സങ്കടവും അതിൽ കലർന്നു. ശിവ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മളിനി വേണ്ടെന്ന്. വാ പോകാം. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാക്കുകൾ ഇടറാതെ ദേഷ്യത്തോടെ പരമാവധി അവൻ പറയാൻ ശ്രമിച്ചുവെങ്കിലും ഒടുക്കം സങ്കടത്താൽ അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. ഞങ്ങൾ പോവാണ്. ഇനി വരില്ല. ഇനി ശരണും ശിവദേവും നിനക്ക് അന്യരാണ്. അത് പറഞ്ഞ് ഇരുവരും തിരിഞ്ഞു നടന്നു. തന്നെയൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന ഇരുവരെയും അവൾ കണ്ണു നിറച്ച് കണ്ടു. നിറഞ്ഞു വന്ന കണ്ണുനീർ കാഴ്ചയെ മറച്ചതും അവൾ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു. ദിവസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ശിവയും ഉണ്ണിയും പൊന്നുവിനെ കാണുന്നുണ്ടെങ്കിലും അവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും എല്ലാ ദിവസവും പൊന്നു വരുന്നതും പോകുന്നതും ഇരുവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ അവളുടെ റൂംമേറ്റായ അശ്വതിയെ ഉണ്ണിക്കും ശിവയ്ക്കും അറിയാം. അശ്വതിയോട് വിളിച്ച് അവളുടെ കാര്യം ചോദിച്ചുവെങ്കിലും അവൾക്കും ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്.
പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അശ്വതിയും ഉണ്ണിയോട് പറഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം പൊന്നു ക്ഷീണിച്ച് വരുന്നതും ഇരുവരും ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ദിവസം ഉണ്ണി രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടിട്ടാണ്. ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചപ്പോൾ തന്നെ കേട്ടത് നല്ല അസല് ചീത്തയാണ്. വേറെ ആരുമല്ല, അവൻ്റെ അമ്മയാണ്. കാര്യം പോലും പറയാതെ നല്ല ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കാണെങ്കിൽ താനിപ്പോൾ എന്തിനാണ് ഇത്രമാത്രം ചീത്ത കേൾക്കുന്നത് എന്നൊട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൻ ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. പൊന്നു ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വന്നു, അതാണ് കാരണം. അപ്പോഴാണ് പൊന്നു നാട്ടിലേക്ക് പോയി എന്ന കാര്യം ഉണ്ണി അറിയുന്നത് തന്നെ. അവൻ്റെ കണ്ണുകൾ അത് കേട്ടതും ഒന്ന് കുറുകി. ശിവയോട് പറഞ്ഞ് അവനും അപ്പോൾ തന്നെ ബാഗ് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നാൽ ഈ തവണ ശിവയും അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് പോയി ആദ്യം അവളുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയാണെന്നാണ് അവളുടെ അമ്മ പറഞ്ഞത്. ആകെ 2 ദിവസത്തെ ലീവാണ് എടുത്തിരിക്കുന്നത്. അന്ന് രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ തന്നെ തിരികെ വരികയും ചെയ്യണം. ആ ദിവസം പൊന്നുവിനെ കാണാൻ പറ്റിയില്ല. ശിവ ഉണ്ണിയുടെ വീട്ടിലാണ് അന്ന് താമസിച്ചത്. നല്ല സ്നേഹമുള്ളൊരു അച്ഛനും അമ്മയും അനിയനും. അങ്ങനെ പിറ്റേ ദിവസവും ശിവയും ഉണ്ണിയും കൂടെ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അച്ഛനും അമ്മയും മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. പൊന്നു എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോഴും അവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അവരും ചോദിക്കുന്നത് ശിവയുടെ വീട്ടിൽ പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നാണ്. പക്ഷേ ശിവയുടെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഇല്ലെന്ന് തന്നെ തിരികെ മറുപടിയും പറഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.